ഈ ആഴ്ച നടന്ന സ്മാക്ഡൌൺ എപ്പിസോഡിൽ റാൻഡി ഓർട്ടന് സംഭവിക്കാൻ പോയ ഇഞ്ചുറിയിൽ നിന്നും അസ്റ്റ്യൻ തിയറി റാൻഡി ഓർട്ടനെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തായിരുന്നു എന്ന് ഈ വീഡിയോയിൽ പറയാം. റെസൽമേനിയയ്ക്ക് മുൻപ് നടക്കുന്ന റോ എപ്പിസോഡിൽ CM പങ്കിന്റെ റിട്ടേൺ WWE ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. CM പങ്ക് വന്നതിന് ശേഷം ഒരു അനൗൺസ്മെന്റ് നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്തായിരിക്കുമെന്ന് ആ ഷോ കണ്ട് മനസ്സിലാക്കാം. ചിലപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിരിക്കാം, അല്ലെങ്കിൽ ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ കമന്ററി ആയിരിക്കാം. എന്തായാലും CM പങ്ക് റെസൽമേനിയയ്ക്ക് മുൻപുള്ള റോ എപ്പിസോഡിൽ വരുന്നുണ്ട്. അത് നമുക്ക് ലൈവ് TVയിൽ കാണാൻ സാധിക്കും. മിക്ക റോ എപ്പിസോഡിലും വരുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഓഫ് എയർ ആണ്. അതുകൂടാതെ സ്മാക്ഡൌൺ എപ്പിസോഡിന്റെ ബാക്ക് സ്റ്റേജിൽ ന്യൂ കാച്ച് റിപ്പബ്ലിക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം ചോദിക്കുമ്പോൾ നിക്ക് ആർഡിൻസ് പറയുന്നത് ആഡം പിയേഴ്സുമായി സംസാരിച്ച് ഇവർക്കൊരു പ്ലാൻ ഉണ്ട് എന്നാണ്. ഇപ്പോൾ ആ പ്ലാൻ വരുന്നത് ഒന്നല്ലെങ്കിൽ പുതിയ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സ്മാക്ഡൌൺ ബ്രാൻഡിലേക്ക് കൊണ്ടുവരാമെന്നാണ്, അല്ലെങ്കിൽ ഫിൻ ബാലർ ടീമിന്റെ കയ്യിലുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സ്പ്ലിറ്റ് ചെയ്ത് സ്മാക്ഡൌൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സ്മാക്ഡൌണിന് തന്നെ കൊടുക്കുന്നതായിട്ടായിരിക്കാം ആ പ്ലാൻ. കാരണം ഇപ്പോൾ നിറയെ ടീം ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് റൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒന്നല്ലെങ്കിൽ പുതിയ ചാമ്പ്യൻഷിപ്പ് വരും, അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് സ്പ്ലിറ്റ് ചെയ്യും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുക എന്ന് ഉറപ്പ് പറയുന്നില്ല. റൂമറിൽ അങ്ങനെയാണ്. ചിലപ്പോൾ റെസൽമേനിയ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ നമ്പർ 1 കണ്ടൻഡർ മാച്ചൊക്കെ ആയിരിക്കാം ഇവർ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നോക്കാം. ഇനി സ്മാക്ഡൌൺ എപ്പിസോഡിൽ റാൻഡി ഓർട്ടന് സംഭവിക്കാൻ പോയ ഇഞ്ചുറി എന്താണെന്ന് നോക്കാം. അതായത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് അസ്റ്റ്യൻ തിയറിയെ റോപ്പിൽ കയറിക്കൊണ്ട് റാൻഡി ഓർട്ടൻ ഒരു സൂപ്പർ ഫ്ലെക്സ് മൂവ് ചെയ്യാനായിട്ട് നോക്കിയിരുന്നു. ആ സമയത്ത് റാൻഡി ഓർട്ടന്റെ കാല് റോപ്പിൽ നിന്നും സ്ലിപ്പ് ആകുന്നതായിട്ടും ശേഷം ബാലൻസ് കിട്ടാതെ റിങ്ങിൽ നിൽക്കുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ അസ്റ്റ്യൻ തിയറി അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മൂവ് കറക്റ്റായിട്ട് വാങ്ങിച്ച് റാൻഡി ഓർട്ടന് സംഭവിക്കാനിരുന്ന വലിയ ഇഞ്ചുറിയിൽ നിന്നും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ബോച്ച് സംഭവിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ ബാലൻസ് കിട്ടാതെ ഇഞ്ചുറി ആയേനെ. അപ്പോഴേക്കുമാണ് അസ്റ്റ്യൻ തിയറി ആ ഒരു മൂവ് സ്വന്തമായി ചെയ്തുകൊണ്ട് റാൻഡിയെ സേവ് ചെയ്തിട്ടുള്ളത്. അതേപോലെ മാച്ചിന്റെ അവസാനം റിങ്ങിൽ നിന്നും ഭയങ്കര ഹൈറ്റിൽ RKO വാങ്ങിക്കുന്ന ഒരു സീൻ നമ്മളെല്ലാവരും കണ്ടതാണ് അസ്റ്റ്യൻ തിയറി. അപ്പോൾ RKO വാങ്ങുന്ന സമയത്തും അസ്റ്റ്യൻ തിയറി റാൻഡി ഓർട്ടനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റാൻഡി ഓർട്ടന് ബാക്കിൽ ഇഞ്ചുറി ഉള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അസ്റ്റ്യൻ തിയറി തന്റെ കൈ കൊണ്ട് ഏകദേശം റിങ് എത്തുന്നത് വരെ റാൻഡി ഓർട്ടനെ ബാലൻസ് ചെയ്തിട്ടാണ് ആ ഒരു RKO വാങ്ങിച്ചിട്ടുള്ളത്. ഇത് WWE ലൈവ് കാണിച്ച ഫുട്ടേജിൽ നമ്മൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം അസ്റ്റ്യൻ തിയറിയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമന്റും കാര്യങ്ങളും ഒരുപാട് പേരെല്ലാം അസ്റ്റ്യൻ തിയറിയെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടനെ അസ്റ്റ്യൻ തിയറി സേവ് ചെയ്തതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.